നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. തളിക്കുളം പ്രിയദർശിനി പബ്ലിക് ലൈബ്രറി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ബൈക്ക് കാറിലിടിച്ച ശേഷം റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് ടോറസ് ലോറി കയറിയായിരുന്നു അപകടം. കയ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് രാഹുലാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ശനിയാഴ്ച രാത്രി 11:30 കയ്പമംഗലം പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം. മൃതദേഹം ലൈഫ് ലൈൻ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകയായ പരിശുദ്ധ മംഗളമാതാവിന്റെ 21ാമത് ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ ആബ ധ്യാന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ പൊന്തയ്ക്കൻ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടേക്കൽ എന്നിവർ ഊട്ടുതിരുനാളിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈകാരന്മാരായ ജോബി ചിറമ്മൽ, ജോൺസൺ മാങ്ങൻ, ആന്റണി ഐനിക്കൽ ചക്കമ്പത്ത്, സിജോ കുരുതുകുളങ്ങര, കൺവീനർമാരായ ജനറൽ കൺവീനർ ഷാജു ഡേവിസ്, ആന്റണി ജോസഫ്, റാഫി തട്ടിൽ, ഫ്രാൻസിസ് KJ, ഡേവിസ് PP എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ വുമൺ ബയോ സയന്റിസ്റ്റ് അവാർഡ് ലഭിച്ച ഡോക്ടർ സോണിയയ്ക്ക് സെറാഫി സ്വീറ്റ് 80s ബാച്ചിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. മുൻ MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. തന്നെ ഒരുപാട് ഫംഗ്ഷനും എല്ലാം നിലനിൽക്കെ ഇതെല്ലാം മാറ്റിവെച്ച് ഈ ചെമ്മാപ്പള്ളി പ്രദേശത്തെ ജനിച്ചു വളർന്ന നിങ്ങളിൽ ഒരാളായ ഡോക്ടർ സോണിയ മേഡത്തിനെ ആദരിക്കാൻ കഴിഞ്ഞ ഗെറ്റ് ടുഗദർ പാർട്ടിയാണ് അതിന് ഒരു തീരുമാനവും അത് സംബന്ധിച്ചുള്ള നടപടികളൊക്കെ എടുത്തു എന്ന് അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ചു. ഈ ചടങ്ങിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരു ദിവസം പോകുന്തോറും നമുക്ക് പ്രായം വരികയാണ്, ഒരു വയസ്സ് കൂടുകയാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷെ പ്രായമല്ല ഇവിടെ പ്രധാനം. നമ്മുടെ മനസ്സും ഹൃദയം ഒരുപോലെ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ നമുക്ക് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമിൽ പോകണം, നമുക്കൊരു സന്തോഷം നിറഞ്ഞൊരു പരിപാടി നമുക്ക് കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ടീമായി നിന്നുകൊണ്ട് പല പരിപാടികൾ നമുക്ക് നടത്താൻ സാധ്യമല്ല. പക്ഷെ അവിടെ പലപ്പോഴും പലരും പിൻവാങ്ങുന്നൊരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതിനെ പോയാൽ എന്താ, ഇപ്പം അതിലൊന്നും വലിയ കാര്യമില്ല, എന്തിനാ വെറുതെ സമയം കളയണം, നമുക്കുള്ള സമയം വീട്ടിലും ഇരുന്ന് നമ്മളെ കുഞ്ഞുങ്ങളോ നമ്മുടെ പേരക്കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ടിരുന്ന് സമയം കണ്ടെത്തുക എന്നുള്ള രീതി അത് മാറ്റിക്കൊണ്ടാണ് ഈ ചടങ്ങും ഇതിൻ്റെ സംഘാടകരും. സെറാഫി കോൺവെൻറ്റിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇവിടെ മുഴുവൻ പേരെ എനിക്ക് കാണാൻ സാധിച്ചത് സ്ത്രീകളാണ്, വനിതകളാണ്. അവരൊരു തീരുമാനത്തിനൊരു ദൃഢതയുണ്ടായി എന്നുള്ളതാണ് ഞാൻ ഈ ചടങ്ങിൽ മനസ്സിലാക്കുന്നത്. ബാച്ച് കോർഡിനേറ്റർ ലക്ഷ്മി ദിലീപ് അധ്യക്ഷയായി. മുൻ അധ്യാപകരായ സിസ്റ്റർ റാണി കുര്യൻ, സിസ്റ്റർ പവിത്ര, പ്രധാനാധ്യാപിക
സിസ്റ്റർ ടെസിൻ, രാജമ്മ, ജലജ, ശ്യാമള രാജൻ, നൈസി, നൈന, ദേവിശ്യാമള, ചന്ദ്രസേനൻ, മിനി, അനിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കേരള മഹിളാ സംഘം വലപ്പാട് പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കേരള മഹിളാ സംഘം നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഷീല ബൈജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് വസന്ത ദേവലാൽ അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി സീന കണ്ണൻ, വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, ലോക്കൽ കമ്മിറ്റി അംഗം മൂബീഷ് പനയ്ക്കൽ, VR മോഹൻദാസ്, സുഗന്ധി ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ IHDP നഗർ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ സിനിത വത്സൻ, PH ബാബു, ഹേന രമേശ്, ഷൈജ ഷാനവാസ്, PH ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകൾ നവീകരിക്കുന്നതിലാണ്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഡുകൾക്ക് ആ ഫണ്ട് മാറ്റിവെക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. നമ്മൾ എന്നാലും കുറച്ച് ഗുസ്തി പിടിച്ച് 6 മീറ്റർ വീതിയുള്ള റോഡിന് നമ്മൾ നിർബന്ധപൂർവ്വം ഫണ്ട് വയ്ക്കുന്നു. അല്ലാത്ത റോഡുകൾ നമ്മൾ ജോയിന്റ് വെഞ്ചറായിട്ട് സംയുക്ത പദ്ധതിയായിട്ടാണ് നടത്തുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. എടതുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ഗാർഡിയൻ ആശുപത്രി ഡയറക്ടർ ബിനി സുധീർ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, PH ഷമീർ, ഗാർഡിയൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹമീദ്, സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വിഭാഗത്തിനും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും നേതൃത്വം നൽകുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ NH66 ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം പ്രയാസം ഇപ്പോൾ അവിടേക്ക് എന്ന് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും തടസ്സങ്ങളൊക്കെ ഉണ്ട്.
പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം നടത്തി. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വയോജന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷനായി. വയോജനങ്ങളും ആരോഗ്യവും എന്ന വിഷയത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മാർട്ട് ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, CP ഉല്ലാസ്, സുജ ശിവരാമൻ, സന്ധ്യ സുനിൽ, ഷെൽവ പ്രകാശ്, സ്നേഹദത്ത്, ജയന്തി മനോജ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് 2 ചെറുപ്പക്കാരികളും 1 ചെറുപ്പക്കാരനും ഉണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? എവിടെയൊക്കെയോ ഒരു പോരായ്മ. സജീവ വാർദ്ധക്യം, അല്ലേ? കുട്ടികളെ നോക്കൽ, പേരക്കുട്ടികളെ നോക്കലാണോ സജീവ വാർദ്ധക്യം? ഞാനിത് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നേരെ പേരക്കുട്ടികളെ നിങ്ങൾ നോക്കിക്കോളെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കരുത് കേട്ടോ. അതും അതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? നമ്മൾ വളരെ സന്തോഷകരമായ അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് എപ്പോഴാണ്? ചെറിയ നമ്മുടെ പേരക്കുട്ടികളിലേക്ക് അവർ വിവിധ കളികൾ അവർ സംസാരിക്കുന്നത് കാണുമ്പോൾ അവരൊന്ന് പിച്ച വെച്ച് നടക്കാനായിട്ട് ശ്രമിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, തൃശൂർ ജില്ലാ പഞ്ചായത്ത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവർ സംയുക്തമായി നടപ്പാക്കുന്ന സമേതം വിജ്ഞാനോത്സവത്തിന്റെ വാടാനപ്പള്ളി പഞ്ചായത്ത് തലം തൃത്തല്ലൂർ UP സ്കൂളിൽ വെച്ച് നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 11 സ്കൂളുകളിൽ നിന്നും 200 കുട്ടികൾ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം തൃത്തല്ലൂർ UP സ്കൂൾ ഹെഡ് മിനിസ്ട്രസ് റാണി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃത്തല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് TK സജീവൻ അധ്യക്ഷത വഹിച്ചു. മേഖലാതലത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളെ തിരഞ്ഞെടുത്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ശാസ്ത്ര പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും സമ്മാനമായി നൽകി. പരിഷത്ത് പ്രവർത്തകരായ സജീഷ് ചാളിപ്പാട്ട്, ബദറുദ്ദീൻ അരയങ്കര, ഷിജിത് വടക്കുംചേരി, TD ഉണ്ണികൃഷ്ണൻ, ഗിരീഷ്, ഷീമ ടീച്ചർ, തുളസി ടീച്ചർ, TR ശശികല എന്നിവർ സംസാരിച്ചു. വിശ്വഗായത്രി സ്വയം സഹായ സംഘം കാഞ്ഞാണി ശാഖ 4ാം വാർഷികം ആഘോഷിച്ചു. കാഞ്ഞാണിയിൽ ചേർന്ന യോഗം സംസ്ഥാന ബോർഡ് മെമ്പർ ജയരാജ് ആചാരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുമ അനീഷ് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി അബിത വേണു, ട്രഷറർ വിലാസിനി ശിവരാമൻ, താലൂക്ക് യൂണിയൻ മുൻ സെക്രട്ടറി അനീഷ് കാഞ്ഞാണി, കാഞ്ഞാണി ശാഖ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി രവികുമാർ, ശാഖ വൈസ് പ്രസിഡന്റ് അശോകൻ, ഗിരീഷ് ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. എത്ര വലിയ കൊടിവിറ്റ സന്യാസിമാരായിക്കോട്ടെ, മഠങ്ങളുണ്ടായിക്കോട്ടെ, പക്ഷേ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മഹാമന്ത്രം ജപിക്കുന്ന ഒരു ജനസമൂഹം ലോകത്തിൽ വിശ്വകർമ്മ സമുദായക്കാർ മാത്രമാണെന്നുള്ള ഒരു സത്യം കൂടി ഞാൻ ഉദ്ഘാടനം വേണ്ടി നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളാരാണ് നമുക്കറിയില്ല, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളാരാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാത്തോടത്തോളം കാലം നമ്മൾക്ക് മുന്നേറാനും സാധിക്കുന്നില്ല. ഇപ്പോൾ തന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശാഖയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹം വിസ്മൂന്ന് കാണിച്ചു. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുപ്പ് നിർത്തി മത്സരിപ്പിച്ചാൽ ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയൊക്കെ ആക്കുക നമ്മൾ ഇവിടെ നിന്നല്ലേ പഠിക്കുക. 1ന്ന് പഠിച്ചിട്ട് വേണ്ട 2ലേക്ക് പോകാൻ. ആരും 10ാം ക്ലാസ്സിൽ നിന്ന് 1ാം ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലോ. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാത്തുകാട്ടിൽ ആനന്ദൻ സ്മാരക ഏംഗൽസ് നഗർ പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, സരിത ഗണേഷ്, ES സബിത്, സുലേഖ ജമാൽ, ശ്രീകല ദേവാനന്ദ്, സുരേഷ് മഠത്തിൽ, പഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. പൊതുപ്രവർത്തകരായ ഗിരീഷ് മാത്തുകാട്ടിൽ, മണിമാഷ് മാത്തുകാട്ടിൽ എന്നിവർ സൗജന്യമായി ഭൂമി നൽകിയ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 50 കുടുംബങ്ങൾക്ക് തുടക്കത്തിൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി. കാലതാമസം തുടരും. ആ പദ്ധതി പൂർത്തിയായാൽ 6-7 പഞ്ചായത്തുകളിൽ തീർച്ചയായും തെക്കൂട്ടുള്ള ആ പഞ്ചായത്തുകളിൽ കുടിവെള്ളത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ്. അതിന് മുമ്പ് തന്നെ ഇവിടെ 7ാം വാർഡിൽ സമ്പൂർണ്ണ കുടിവെള്ള ഒരു ഗ്രാമമായിട്ട് മാറുക. കാരണം ഇതോടുകൂടി 3 ഗിരീഷും അതുപോലെ മണി
ആനന്ദൻ്റെ സഹോദരന്മാർ. തളിക്കുളം പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെയും തൃശൂർ അമല ആശുപത്രിയുടെയും സഹകരണത്തോടെയും സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തളിക്കുളം പ്രിയദർശിനി ലൈബ്രറിയിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് പ്രിയദർശിനി സ്മാരക സമിതി പ്രസിഡന്റ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ തളിക്കുളം പഞ്ചായത്തിൻ്റെ ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശത്തുള്ള തീരപ്രദേശത്തെ വിവിധ വാർഡുകളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇനി ഇതേപോലെ എല്ലാ മാസവും ഒരു തുടർച്ചയായി ഈ മെഡിക്കൽ ക്യാമ്പുകളും ചികിത്സാ സൗകര്യങ്ങളും വരും. അമല മെഡിക്കൽ കോളേജും അമല ആശുപത്രിയും ചെയ്യുന്നൊരു സഹായം ഇവിടെ നിന്നും ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമായി തുടർ ചികിത്സ വേണ്ടവർക്ക് അമലയിൽ പ്രത്യേകമായ സൗജന്യത്തോടുകൂടി ഇളവോടുകൂടി ഇട്ടാണ് അവിടെ ചികിത്സ നൽകുന്നത്. ക്യാമ്പിൽ പങ്കെടുത്ത തുടർ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ചികിത്സയും നിർധനരായ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ഉറപ്പാക്കുമെന്ന് TN പ്രതാപൻ പറഞ്ഞു. അമല ഹോസ്പിറ്റലിലെ 25ഓളം ഡോക്ടർമാർ വിവിധ വിഭാഗങ്ങളിലായി ക്യാമ്പിന് നേതൃത്വം നൽകി. 300ഓളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. കോർഡിനേറ്റർമാരായ ഗഫൂർ തളിക്കുളം, ഹിറോഷ് ത്രിവേണി, വാസൻ കോഴിപ്പറമ്പിൽ, ജയശ്രീ, കുര്യാക്കോസ് വടക്കേക്കുടിയിൽ, ജൂലിയോ, അജിത്, രശ്മി, മേരി ഫിലിപ്പ്, മിനി, ആൽവിൻ, ജിജോ, ചാക്കോ ചാർലി, രഞ്ജില ഗിരി, ഷീജ ജയാനന്ദൻ, ശീലാവതി, ഷീബ, നേന, പ്രിയ പത്മരാജ്, ഷിൽജ, ദീപു, കബീർ കയ്യാലസ്, ജയാനന്ദൻ, ബിനോയ്, ശ്രീനിവാസൻ, സക്കീർ, രാമചന്ദ്രൻ, പ്രകാശൻ പുളിക്കൽ, മനോജ് തോട്ടുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകരുടെ സേവനവും ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിലെ വിശുദ്ധ യൂദ തദ്ദേവൂസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവസം രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന നടന്നു. ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകി. കൈകാരന്മാരായ ഷൈജൻ, സോബി, തിരുനാൾ ജനറൽ കൺവീനർ ഡിക്സൺ എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാത്രി തിരുനാളിനോടനുബന്ധിച്ച് അമ്പെഴുന്നള്ളിപ്പ്, ബാൻഡ് മേളം എന്നിവ നടന്നു.
മണലൂർ MLA മുരളി പെരുന്നല്ലി തൃത്തല്ലൂർ സർവീസ് റോഡ് വിഷയ പരാതി സ്ഥലം സന്ദർശിച്ചു. നാഷണൽ ഹൈവേ വരുന്നതിന്റെ ഭാഗമായി വഴി തടസ്സപ്പെട്ട തൃത്തല്ലൂർ ഏംഗൽസ് നഗർ അണ്ടർപാസിന് വടക്കുവശത്ത് താമസിക്കുന്ന പറുപ്പന അബ്ബാസ്, വലിയകത്ത് ജമീല, വാക്കാട്ട് കൊച്ചമ്മു, പാലക്കാടി വസന്ത, വലിയകത്ത് നൌഷാദ് എന്നീ കുടുംബങ്ങളെ നേരിട്ട് കാണുകയും ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കോൺട്രാക്ടർ കമ്പനിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് അടിയന്തരമായി നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. മുൻപ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും MLAയും സ്ഥലത്തെ പ്രദേശവാസികൾക്ക് അണ്ടർപാസിലേക്ക് കടക്കുന്നതിനുള്ള റോഡ് നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതാണ്. അതനുസരിച്ച് താൽക്കാലിക റോഡ് ഉണ്ടാക്കിയിരുന്നതുമാണ്. ഇപ്പോൾ മഴ പെയ്തതിനെ തുടർന്ന് ചെളികുത്തി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം വന്നതിനെ തുടർന്നാണ് MLAയുടെ ഇടപെടൽ വേണ്ടി വന്നത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വൈസ് പ്രസിഡന്റ് രണ്യ ബിനേഷ്, AS സബിത്, സരിത ഗണേഷ്, ശ്രീകല ദേവാനന്ദ്, സുരേഷ് മഠത്തിൽ, ഗിരീഷ് മാത്തുകാട്ടിൽ, ഓമന മധുസൂദനൻ, AR വാസു എന്നിവരും MLAയോടൊപ്പം സ്ഥലം സന്ദർശിച്ചു. ഏംഗൽസ് നഗറിൻ്റെ ഈ അണ്ടർപാസിന് കിഴക്ക് വശത്ത് കുറച്ച് വീടുകൾക്ക് പുറത്ത് കടക്കാനുള്ള സൗകര്യങ്ങളില്ലാതായി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൽ ബന്ധപ്പെട്ടവരുമായിട്ട് ഇപ്പോൾ തന്നെ സംസാരിച്ചു. ഈ റോഡ്, നമ്മൾ ഈ കാണുന്ന ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി അടുത്ത് തന്നെ അത് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായി 18 ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തും 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും വകയിരുത്തിയിട്ടുണ്ട്. നാട്ടിക പഞ്ചായത്ത് എരണേഴത്ത് സുധീർ ഇഷ്ടദാനമായി ബ്ലോക്കിന് കൈമാറി നൽകിയ 10 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ബ്ലോക്ക് മെമ്പർമാരായ ജുബി പ്രദീപ്, V കല ടീച്ചർ, KV സുധ, ബ്ലോക്ക് സെക്രട്ടറി VS രജികുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിദി എന്നിവർ സംസാരിച്ചു. CPM തളിക്കുളം ലോക്കൽ സെക്രട്ടറി EPK സുഭാഷിതൻ, രാഷ്ട്രീയ പ്രവർത്തകർ, CDS ചെയർപേഴ്സൺ കമലം, എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, അംഗനവാടി, ആശ, കുടുംബശ്രീ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകൾക്ക് തുടങ്ങാനാണ് സർക്കാരിൻ്റെ പെർമിഷൻ ഉള്ളത്. ആ സമയത്താണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഇങ്ങനെ സ്ഥലം കിട്ടുകയും അതിന് കുറച്ച് പൈസ ബ്ലോക്ക് പഞ്ചായത്ത് വെക്കുകയും ജില്ലാ പഞ്ചായത്ത് കൂടെ അതിന് പണം വെക്കുകയാണെങ്കിൽ ഇത് അംഗീകരിക്കപ്പെടും എന്ന് പ്രസിഡന്റ് പറയുകയും ചെയ്തു. അങ്ങനെ ജില്ലാ പഞ്ചായത്തും ടോക്കൺ എമൗണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കുകയും. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6,24,000 രൂപ ചെലവഴിച്ച് നിർവഹണം പൂർത്തീകരിച്ച് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീദേവി മാധവൻ, വാർഡ് മെമ്പർമാരായ PV സെന്തിൽകുമാർ, സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, ഐഷ B, അബ്ദുൽ ജബ്ബാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ റീജ KR എന്നിവർ സംസാരിച്ചു. വാണിജ്യം. നാട്ടിക ഫർക്ക സഹകരണ ബാങ്ക് വാടാനപ്പള്ളി ബ്രാഞ്ചിൽ ആരംഭിച്ച സൺഡേ ബാങ്ക് KSFE ഡയറക്ടർ UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മാറ്റം വരുത്താൻ ഒരു നിലയ്ക്കും കഴിയാതിരിക്കുന്നത് നമ്മുടെ സമയചക്രത്തിനാണ്. 24 മണിക്കൂർ 25 നമ്മളാരും കുട്ടിയെ കൂടുന്നില്ല. അപ്പോൾ സമയത്തോടുള്ള വലിയ ഏറ്റുമുട്ടലുണ്ട്. ഈ സമയത്തോടുള്ള ഏറ്റുമുട്ടലിൽ അതൊരു വെല്ലുവിളിയാണ്, വലിയ വെല്ലുവിളിയാണ്. നമ്മളൊന്നും ഇടപെട്ടിട്ട് മാറ്റം വരുത്താൻ സാധിക്കില്ല. നമുക്ക് നമ്മളിൽ വരുത്തുന്ന മാറ്റത്തിലൂടെ ഇതിനെ അതിജീവിക്കാനേ സാധിക്കും. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി പദത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അഖിലേന്ത്യാ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഇത്രയധികം വായിക്കുകയും ഇത്രയധികം എഴുതുകയും ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്കുള്ള 24 മണിക്കൂർ തന്നെ അദ്ദേഹത്തിനുള്ളൂ. നിങ്ങളുള്ളത്
എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണത്. ഉള്ളത് പ്രയോജനപ്പെടുത്തൽ തന്നെയാണ് അതിൻ്റെ മികവ്. അവിടെ ഈ സമയത്തോടുള്ള വെല്ലുവിളിയിൽ ജനങ്ങൾക്ക് നാനാതരത്തിലുള്ള ജീവിതത്തിൻ്റെ ഈ സന്ദർഭത്തിൻ്റെ സാഹചര്യത്തിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളിൽ സമയം അവർക്കൊരു വലിയ പ്രശ്നമാവുകയാണ്. ഈ സമയത്തോട് ഏറ്റുമുട്ടുന്ന മനുഷ്യർക്ക് എങ്ങനെ സമയം നീട്ടിക്കൊടുക്കാൻ മാർഗമില്ല, പക്ഷെ അവർക്ക് അനാവശ്യമായ സമയം ലാഭിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് PR വാസു, MA ഹാരിസ് ബാബു, VR മനോജ്, KS ദീപൻ മാസ്റ്റർ, PA സിദ്ദീഖുൽ അക്ബർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, ഡയറക്ടർ ഹേമലത പ്രതാപൻ, ബാങ്ക് സെക്രട്ടറി ലിജു K ജോസ് എന്നിവർ സംസാരിച്ചു. ആദ്യ ഡെപ്പോസിറ്റ് ബ്രാഞ്ച് മാനേജർ PK നിഷ ശ്രീരാമനിൽ നിന്നും ഏറ്റുവാങ്ങി. ഇനി മുതൽ റൂറൽ ബാങ്കിന്റെ വാടാനപ്പള്ളി ബ്രാഞ്ച് ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നതാണ്. മറ്റു ദിവസങ്ങളിലെ പോലെ തന്നെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് പ്രവർത്തന സമയമായ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ ഞായറാഴ്ചയും ലഭ്യമാകുന്നതാണ്. തൊഴിലാളിയെ കടലിൽ കാണാതെയായി. ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് മത്സ്യബന്ധന തൊഴിലാളിയെ വഞ്ചിയിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണ് കാണാതായി. തളിക്കുളം സ്നേഹതീരം സ്വദേശി ഇഷ്കാത്തിരി വീട്ടിൽ ശിവനെയാണ് ഞായറാഴ്ച രാവിലെ കാണാതായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. തളിക്കുളം പ്രിയദർശിനി പബ്ലിക് ലൈബ്രറി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.